എടാ, ഒരുത്ത സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഉപേക്ഷിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ എന്തൊരു ഗതിയില്ലാത്തവനായിരിക്കും. പിന്നെ ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ ആരോടും സംസാരിക്കുകയും കാണുകയും ചെയ്യാത്തോണ്ട് ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നില്ല അറിഞ്ഞോളൂ. ചേട്ടായി പിന്നെ നാട്ടിൽ തന്നെ ഈ ആൾക്കാരുടെ ബഹളത്തിന്റെ ഇടയിലായതുകൊണ്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന്. ഈ ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ എന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അഡാപ്റ്റിംഗ് കപ്പാസിറ്റി. ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ സ്റ്റെഫി? ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ടിട്ടാലും ഞങ്ങൾ ജീവിക്കും. നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്ത ചേട്ടത്തടി കൊണ്ട് തള്ളകളി കെട്ടും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് എന്നെ പോലുള്ളവരെല്ലാം അത് ബാധിക്കുന്നത്. നിനക്കത് മനസ്സിലാവില്ല. നീയൊക്കെ പിച്ചാത്തി എടുത്തിട്ടുള്ളൂ. മനുഷ്യനെ പോലെ 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്. പ്രശ്നം വരുമ്പോ മാറിയിരുന്ന് കരയും കുറച്ചു നേരം. ഒന്നും ഇല്ലാതാവുന്നൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ. അത് നമ്മളെങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം വിഷമങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഡിപ്രഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് അതിൻ്റെ. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്.